നമസ്കാരം. ബിഗ് ബോസ് മലയാളത്തിന്റെ സീസൺ 7 4ാമത്തെ എപ്പിസോഡാണ് ഇന്ന് നടന്നത്. ഇന്നത്തെ അതിനകത്തില് ഏറെക്കുറെ രാവിലത്തെ ഡാൻസും ഒക്കെ കഴിഞ്ഞ് വന്ന് ഒരു 10 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അനൗൺസ്മെന്റ് ചെയ്തു. ടാസ്ക് തുടങ്ങിയായിരുന്നു. അതായത് ആദ്യത്തെ രാവിലത്തെ ഇതെന്ന് പറഞ്ഞാൽ ഓമനപ്പേരെന്നും പറഞ്ഞ ഒരു ആ, ഇത് തുടങ്ങിയായിരുന്നു. അതായത് 2 ടാസ്കാണ്. ഒന്ന് ഓമനപ്പേര്, ഒന്ന് ഭാഗ്യത്തിന്റെ പണിപ്പെട്ടി. ഇങ്ങനെ 2 ടാസ്കുകളാണ്. ഇതിനകത്തില് 2 ടാസ്കും ഒരു എൻറ്റയർലി ഡിഫറെന്റ് ടൈപ്പ് ആയിരുന്നു. കാര്യം മത്സരാർത്ഥികൾക്ക് ഈ 3 ദിവസം കഴിയുമ്പോൾ 4ാമത്തെ ദിവസത്തേക്ക് വരുമ്പോൾ കഴിഞ്ഞ സീസണിലേക്ക് വെച്ച് നോക്കുമ്പോൾ വളരെ ടൈറ്റ് ആയിട്ടും ഇവരുടെ മാനസിക സമ്മർദ്ദം ആ, ഉയരുന്ന രീതിയിലൊക്കെ ഉള്ള ടാസ്കുകൾ വരുന്നു. അത് നമുക്ക് 7ന്റെ പണി എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആണ്. ഇപ്പൊ ഇതിനകത്ത് എന്താണ് നടക്കുന്നത്? ഓരോ ദിവസവും ഓരോ പണിയാണ്. നമ്മൾ ഇതിനകത്ത് ഒന്ന് കണ്ട് സന്തോഷിക്കാൻ പറ്റത്തില്ല. ആര് ഇതിനകത്തിലേക്ക് ഒരു ലീഡിങ് സ്ഥാനത്തേക്ക് വരും? കുറെ ദിവസം കൊണ്ട് അനീഷിന്റെ കളികളൊക്കെ ഏറെക്കുറെ ഇന്നത്തെ ഇടം കൊണ്ട് അനീഷ് പുറകോട്ട് പോകുന്ന രീതിയിലാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിനകത്തില് ആദ്യത്തെ ഈ ഒരു ടാസ്കിന്റെ ഭാഗം എന്ന് പറയുന്നത് മത്സരാർത്ഥികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓമന പേർ വിളിക്കുകയായിരുന്നു ഈ ടാസ്കിൽ. ഇതിനകത്തിൽ ഏറ്റവും വിവാദം വന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് പല പേരുകളും വന്നു. പിന്നെ ഇതിനകത്തിൽ വന്നത് അക്ബർ ഖാൻ രേണുസുതിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചു. അതായത് വലിയ വിവാദം ഇന്ന് സൃഷ്ടിച്ച ഒരു പേരായിരുന്നു അത്. അപ്പൊ അതിന്റെ പരമായിട്ട് രേണുസുതി കരയുന്ന ഒരു അവസ്ഥയൊക്കെ അതിനകത്ത് സീൻ ഉണ്ടാകുന്നുണ്ട്. ഈ മത്സരം കഴിഞ്ഞ് റൂമിൽ പോയിരുന്ന രേണുസുതി ഇങ്ങനെ കരയുന്ന വക്കിലൊക്കെ എത്തി. കരയത്തില്ല എന്നൊക്കെ പറയുന്നതിലും കരയുന്ന ഒരു ഏറ്റവും നികൃഷ്ടമായ ഒരു പേര് വിളിച്ചത് ശരിയാണോ എന്ന് എനിക്കും ഒരു തോന്നൽ വരാഴികയൊന്നുമല്ല. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് ത്രെഡ് ഇട്ട് കൊടുത്ത് അവരുടെ ഈ ഇമോഷണൽ ആക്കുക, അല്ലെങ്കിൽ അതിൽ കയറി പറ്റി ഇവരൊരു കോണ്ടന്റ് ഈ ക്രിയേഷന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് എങ്കിൽ പോലും ചില നികൃഷ്ടമായ പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മലയാളികൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നത് ഇതിനെ അനുകൂലിക്കുന്നതിന് കാണാം, പ്രതികൂലിക്കുന്നതിന് കാണാം. എന്തായാലും ശരി, രേണുസുതി അല്ലെങ്കിൽ തന്നെ വിവാദങ്ങളുടെ നായികയാണ്. അപ്പം ഈ പേര് വിട്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആ അക്ബർ മാപ്പ് പറയണമെന്നൊക്കെ പറഞ്ഞ് ഇതിനകത്ത് കുറെ കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ശരി, ഇതിന് അവസാനം വന്ന് ബിഗ് ബോസിനോട് അക്ബർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു ഇതായിട്ട് കൊടുത്തതാണ്, അല്ലാതെ മനഃപൂർവ്വം ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞ് അക്ബർ നേരത്തെ മുൻകൂട്ടി കണ്ട് ബിഗ് ബോസുമായിരുന്നു ഇങ്ങോട്ട് പറയുന്നതിന് മുമ്പ് അങ്ങോട്ടൊരു ഇൻഡയറക്റ്റ് ക്ഷമാപണമൊക്കെ നടത്തിയിട്ടുണ്ട്. അതാണ് ഇന്നത്തെ മെയിൻ ഒരു പരിപാടി. അതിൽ പല പേരും ഇതിനകത്ത് വന്നു. പേപ്പട്ടി, പാഷാണത്തിൽ പിന്നെ സെപ്റ്റിക് ടാങ്ക്, പാഷാണത്തിൽ കൃമി, ചതിയെത്തി, പൂവ്, നല്ല പേരുകളും വന്നു. കുങ്കുമപ്പൂ എന്ന് വേണ്ട പല പേരുകളും വന്നു. പക്ഷെ വിവാദമായ പേരുകളാണ് ഈ പറഞ്ഞത്. എന്നാൽ ഇതിനകത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ടുള്ള അങ്ങോട്ടുമുള്ള ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം വീണ്ടും ഒരു വൈരുദ്ധ്യത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇന്ന് അതിലൂടെ കാണുവാൻ പറ്റിയത്. പിന്നെ ഇതിനകത്തില് ഈ കൂടുതൽ ഇത് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഡിസ്ലൈക്ക് കിട്ടിയത് അനീഷിന്റെ പേരിനാണ്. അനീഷിനെയാണ് കൂടുതൽ പേര് ഇത് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ കൂടുതൽ പേര് ഇഷ്ടപ്പെട്ടത് നമുക്ക് പാവം അനുമോളാണ്. ഇന്നലത്തെ കരച്ചിലൊക്കെ കണ്ടതായിരിക്കും. ആവശ്യമില്ലാത്ത ഒരു ഡോക്ടറുടെ കേസ് എടുത്തിട്ട് അനുമോള് കരഞ്ഞു പോകുന്ന ഒരു രംഗമൊക്കെ ഉണ്ടായിരുന്നു. ഈ സ്ത്രീ ഓഡിയൻസ് ഒക്കെ നല്ലൊരു സപ്പോർട്ട് അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അനുമോളും ആതിര, നൂറയാണ്, ഇവർക്കാണ് കൂടുതൽ ഇനത്തിലെ ലൈക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്, ഇതിന്റെ കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് ഈ ഷാനവാസും ഈ അക്ബർ ആയിട്ട് അടി വെച്ചാല് ഒരു കഥയും കാണും. നമ്മൾ വിചാരിക്കും എന്തെങ്കിലും അവിടെ ഒരു ഇഷ്യൂ കാണുമെന്ന്. പക്ഷെ ഇതിനകത്തൊന്നും ഒരു ഇഷ്യൂ നമ്മൾ കാണുന്നില്ല. ഇവര് ഇതിനകത്ത് ഈ ആരൊക്കെയോ വെളിയിൽ നിന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസിൽ ചെന്നാൽ അടിച്ചു കയറണമെന്ന്. അതിനു വേണ്ടി അങ്ങ് അടിയുണ്ടാക്കുകയാണ്. ഒരു കഥയില്ല ഇതിനകത്ത്. പുറകിൽ നിൽക്കുന്ന പലരും ഇന്ന് മുന്നിലേക്ക് വന്ന ഒരു കാഴ്ചയും കാണാൻ പറ്റിയിട്ടുണ്ട്. നെവിനൊക്കെ ഇന്ന് അല്പസ്വല്പം ചില കാര്യങ്ങളിലൊക്കെ ആക്റ്റീവായി വന്നിട്ടുണ്ട്.
അതുപോലെ തന്നെ അപ്പാനി ശരത്ത് നല്ലൊരു ബാക്കിൽ നിൽക്കുകയാലും കളിച്ച് കളിച്ച് കേറുന്നുണ്ട്. പിന്നെ ഇതിനകത്തിൽ വെറും ലാലേട്ടൻ പറഞ്ഞ വാഴകൾ മരവാഴകൾ കുറെ എണ്ണം ഉണ്ട്. ലേഡീസിലും ഉണ്ട്, ജെൻസിലും ഉണ്ട്. നിങ്ങൾക്ക് കുറെയൊക്കെ മനസ്സിലാക്കി കാണും ഈ മുൻഷി രഞ്ജിത്തിനെ എന്തിനു കൊണ്ടുവന്നു എന്ന് ആർക്കും അറിയത്തില്ല. പിന്നെ ഈ ശാരിക ലേഡീസിലെ നമ്മൾ ഇവരെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടാർഗറ്റ്, നമ്മൾ ഇവരിൽ നിന്ന് കുറെ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിനനുസരിച്ചൊന്നും ഇവർ കളിക്കുന്നില്ല. അവർക്ക് ഹോട്ട് സീറ്റിലുള്ള ചില കളികളുടെ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു സീൻ ക്രിയേറ്റ് ചെയ്തപ്പോൾ മാത്രമാണ് അതിനകത്തില് ഒരു ഇത് ആക്ഷൻ വന്നിട്ടുള്ളത്. അല്ലാതെ അവർക്ക് ഒരു ക്വാളിറ്റി അതിനകത്ത് കാണുന്നില്ല. സാധാരണ ഹോട്ട് സീറ്റിൽ വരുന്നവരെ പൊരിപ്പിക്കുന്നവര് ഇതിനകത്ത് വന്നിട്ട് ഇടുകയായിട്ടൊക്കെ ചെറിയ ചെറിയ കൂട്ടി ചോദിച്ചൊക്കെ പോകുന്നതിലും വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നില്ല. എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇവരൊക്കെ ഇനിയും ഈ 4 ദിവസം കൊണ്ട് തന്ത്രങ്ങൾ പഠിക്കുകയാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോവും. പക്ഷെ ആദ്യം വലിയ കളി കളിച്ച പിന്നെ പുറകോട്ട് പോയാൽ പിന്നെ കയറി വരാൻ പാടാണെന്നറിയാം. പക്ഷെ അതുകൊണ്ടായിരിക്കും അങ്ങനെ ചിലരുടെ ഒരു സ്ട്രാറ്റജി ആയിരിക്കാം. നമുക്ക് അറിയാൻ പറ്റത്തില്ലത് എങ്ങനെയായി വരുമെന്നുള്ളത്. രണ്ടാമത് വന്ന ഒരു ടാസ്ക് ആണ് പിന്നെ ഭാഗ്യത്തിന്റെ പണപ്പെട്ടി. ഇതെന്ന് പറഞ്ഞാല് ഈ മത്സരാർത്ഥികൾക്ക് വിവിധ നിറങ്ങളിലുള്ള നാണയങ്ങൾ അടങ്ങിയ ഒരു പെട്ടിയിൽ ഇങ്ങനെ ഓപ്പണറിലാണ് വെളിയിൽ ആ ഗ്രൗണ്ടിൽ ഇങ്ങനെ സർക്കിൾ വരച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ എല്ലാവരും കൂടെ നിന്നിട്ട് നിശ്ചിത സമയത്തിനുള്ളിൽ ഈ പെട്ടിയിൽ നിന്ന് നാണയങ്ങൾ എടുക്കേണ്ടതാണ്. കുറച്ച് എനിക്ക് തന്നെ 10-15 സെക്കൻഡോ 20 സെക്കൻഡോ അങ്ങോട്ട് കൊടുക്കുന്നുള്ളൂ. ഈ നാണയങ്ങൾ ഭാഗ്യം കൊണ്ടുവരുമ്പോൾ ചിലത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്ന് പറയുന്നുണ്ട്. ഗോൾഡ് അത് നമുക്ക് ഭാവിയിലേക്കായാലും ഉപയോഗിക്കാം. അല്ല റെഡ്, അതുപോലെ ബ്ലാക്ക് വരുന്നത് പണിയാണ്. അതാണ് 7ന്റെ പണി എന്ന് പറയുന്നത്. ഇതിനകത്ത് കാണുമ്പോൾ മനസ്സിലാവും. ഇതിനകത്ത് പലർക്കും ഈ നാണയം ലഭിക്കാത്തവർക്ക് ജയിലിൽ പോകേണ്ടി വരുമെന്ന് ബിഗ് ബോസ് ഒരു മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ പലരുടെയും മുഖം പാടിയിട്ടുണ്ട്. എന്തായാലും ശരി, പലർക്കും ഇതിനകത്തില് കോയിനുകളൊക്കെ കിട്ടി. ഇതിനകത്തിൽ ആ ഒരു ടാസ്ക് രണ്ടാമതൊന്ന് ഈ കോയിൻ കിട്ടാത്തവർക്ക് വേണ്ടിയും രണ്ടാമതൊന്ന് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റീക്രിയേഷനില് രണ്ടാമത് ഈ കോയിൻ കിട്ടാത്തവർക്ക് വേണ്ടി അതിനകത്തില് വലിയ പണി കിട്ടിയത് എനിക്ക് തോന്നുന്നത് ആര്യനാണ്. ആര്യന് ഈ കോയിൻ ബ്ലാക്ക് കിട്ടുന്നവർക്ക് ആദ്യത്തെ റൗണ്ടില് കണ്ണ് കെട്ടുക, അതുപോലെ വാമൂടി കിട്ടുക, ഇങ്ങനെയൊക്കെയുള്ള പണികളായിരുന്നു. പിന്നെ നടക്കരുത്, അതുപോലെ വീൽ ബാറിൽ ഇരിക്കുക, അങ്ങനെയൊക്കെയുള്ള പണി. പക്ഷെ സെക്കൻഡ് റൗണ്ട് പണി വന്നപ്പോൾ അത് വലിയ പണിയായിപ്പോയി. അതായത് അക്ബർ പ്രപ്പോസ് ചെയ്ത ആളാണ് ആര്യൻ. ആര്യൻ വന്നു കഴിഞ്ഞപ്പോൾ അതൊരു വലിയ പണിയായിപ്പോയി. ഈ ബ്ലാക്ക് എപ്പോഴും സൂക്ഷിക്കേണ്ട സാധനമാണെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബ്ലാക്ക് വന്ന ആര്യൻ ആന നടക്കുന്ന മാതിരി നടക്കുന്ന ഒരു കാഴ്ചയാക്കുന്നത്. ഈ അതായത് കാണികൾക്ക് മാക്സിമം എന്റർടൈൻമെന്റ് കൊടുക്കുക എന്നുള്ളത് തന്നെ ബിഗ് ബോസിന്റെ ലക്ഷ്യം. പക്ഷെ ഇവരുടെ ടെൻഷൻ എത്രത്തോളം കയറുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ അഭിലാഷൊക്കെ എന്തിനാ അതിനകത്ത് വന്നു എന്ന് തന്നെ മനസ്സിലാകത്തില്ല. ഇവൻ ഇന്ന് സത്യം പറഞ്ഞാൽ ചുമ്മാ നടക്കുകയായിരുന്നു 3 ദിവസം. ഇന്ന് ഈ ഒരു പിന്നെ ആര്യന്റെ കോയിൻ ഞാൻ തോന്നുന്നു പിന്നെ ഇതെടുത്ത് വെച്ച് ഫ്ലവർ ബേസിന്റെ അടിയിൽ കൊണ്ടുവച്ച് പാത്ത് വെക്കുന്ന ഒരു കാര്യം അവൻ ചെയ്തപ്പോ ഒരു ടാസ്കിന്റെ ഒരു ഇതായിട്ട് അവനൊരു കോണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അത് എത്രത്തോളം സക്സസ് ആയെന്നുള്ളത് കാണികൾ നിങ്ങൾ മനസ്സിലാക്കണം. തിരിച്ചത് കൊണ്ടു കൊടുക്കുന്നുണ്ട്. അക്ബർ തന്നാന്നൊക്കെ പറഞ്ഞ് തിരിച്ചു കൊണ്ടു കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവനും ആ ഒരു രീതിയിലേക്ക് കുറച്ച് എൻട്രി വന്നിട്ടുണ്ട്. ഷാനവാസ് അറിയാമല്ലോ, ഷാനവാസ് എപ്പോഴും ഇച്ചിരി വൈബായിട്ട് നിൽക്കുന്നുണ്ട്. ഇവർക്കൊക്കെ എത്രത്തോളം മുന്നോട്ട് ഈ ക്യാപ്റ്റൻസി ഉള്ള പിന്നെ അനീഷിന് പോലും ചില സമയത്ത് നേരിടുന്നത് അതിനകത്ത് പ്രശ്നങ്ങളാണ്. ഈ ടാസ്ക് വരുമ്പം ക്യാപ്റ്റൻസി കിട്ടിയ ആൾക്കും നല്ല പണിയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് എങ്ങനെയൊക്കെയാണ് ഓരോ നിമിഷങ്ങളും ഓരോ ഇത് അച്ചീവ്മെന്റ്സ് നേടുമ്പോൾ അവർ സേഫ് ആയി എന്ന് ഒരിക്കലും നിങ്ങൾ കരുതണ്ട. പണി ഏത് സമയവും വരും. നമ്മൾ പ്രതീക്ഷിക്കുക. ഇപ്പൊ ചിലരൊക്കെ പറയുന്നുണ്ട് ഇതിനകത്തിൽ പിന്നെ രേണുസുതി കൊണ്ടുപോകും. ഈ വിധവകളുടെ വ്യക്താവായിട്ട് ഇന്നങ്ങ് ചിത്രീകരിച്ചേക്കാണ്. രേണുസുതി തന്നെ പറഞ്ഞു, ഞാനൊരു അമ്മയല്ലേ, വിധവയല്ലേ,
ഈ സെന്റിമെന്റ്സ് ഒന്നും വർക്കൗട്ട് പറഞ്ഞു. ലാലേട്ടൻ ആദ്യമേ പറഞ്ഞു സെന്റിമെന്റ്സ് ഒന്നും വർക്കൗട്ട് ചെയ്യരുതെന്ന് പറഞ്ഞു. ഇതൊക്കെ അവിടെ നെഗറ്റീവായിട്ട് എടുക്കത്തുള്ളൂ. ഇതൊക്കെ ഈ മത്സരാർത്ഥികൾ പലരും ഇതൊക്കെ മറന്നിട്ടാണ് ഓരോ ദിവസവും ഓരോ ഡയലോഗുകളും. പക്ഷെ വേറെ സ്ക്രിപ്റ്റഡ് അല്ലല്ലോ, അതുകൊണ്ട് തന്നെ വീണ് പോകും. ഈ മനസ്സിലെ വികാരങ്ങൾ വരുമ്പോ വീണ് പോകുന്ന ഈ സെന്റിമെന്റ്സ് ഒന്നും ഇങ്ങോട്ട് ഇടക്കല്ലേ എന്ന് ലാലേട്ടൻ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഇതൊന്നും അറിയാതെ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഒരു ഫസ്റ്റ് 3 ദിവസം കഴിയുമ്പോ അനീഷ് വരും, പിന്നെ ഷാനവാസ് വരും, അക്ബർ വരും. ഇതൊക്കെ പറയുന്നതല്ലാതെ പിന്നെ ഹനുമോള് വരും, രേണുസുതി വരും. ഇങ്ങനെ 3-4-5 പേരുടെ പേരുകൾ ഇതിന്റെ ഒരു ടോപ്പിലേക്ക് പോകുന്ന ഒരു പബ്ലിക്കിന്റെ ഒരു വോട്ടിങ്ങിന്റെ ശതമാനമൊക്കെ വെച്ചിട്ട് ഒരു നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഏത് സമയവും തകിടം മറിയും എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. പിന്നെ ഈ വണ്ടി തള്ളുമൊക്കെ ഇച്ചിരി കട്ടിയായിരുന്നു. അനീഷ് വണ്ടിയിൽ ഇരിക്കുന്ന സെക്കൻഡ് റൗണ്ട് വന്നപ്പം അനീഷിനെ തെള്ളിയിട്ടാന്ന് പറഞ്ഞ് അനീഷ് പ്രകോപനം ഉണ്ടാക്കുന്നു. ഉടനെ തന്നെ അനിമോള് പിന്നെ ബിന്നിയൊക്കെ കൂടെ വന്നിട്ട് പറഞ്ഞു, അല്ല വണ്ടി ഇരിക്കണം, അങ്ങനെ ആ, പറയാൻ മാറാൻ പറ്റത്തില്ല, ടാസ്കിന്റെ ഭാഗമായിട്ട് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസ് പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നെ ഈ വീൽ ബാർ നിർത്താൻ പാടില്ല, ഇരിക്കാനുള്ള പെർമിഷൻ കൊടുത്തു. അപ്പൊ ഇങ്ങനെ അനക്കി 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 ഇരിക്കണം. പിന്നെ കുറെ കഴിഞ്ഞ് ബിഗ് ബോസ് അതിൽ നിന്നൊക്കെ അവര് റിലീവ് ചെയ്തു. അതേതായാലും നല്ല കാര്യമാണ്. ഇനിയിപ്പോൾ അടുത്ത ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനുവും ശരത്തും കൂടെ ഒരു വാഗ്വാദം അവസാന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ഈ അനു പറയുന്നത് ഈ ശരത്ത് വരുന്നത് ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഈ ശരത്തും ഒരു സെക്കൻഡ് നിരയിലായിരുന്നു. പക്ഷെ ശരത്ത് ഇന്നൊരു കാര്യം പറയുന്നുണ്ട്. ഞാൻ ഈ പറയുന്നവരുടെ എല്ലാം പേരുകൾ എണ്ണി പറയുന്നു, ഞാൻ ഇവർക്കെല്ലാം വരും ദിവസങ്ങളിൽ പണി കൊടുക്കും. എന്റെ ടാസ്ക് അല്ലെങ്കിൽ എന്റെ കഴിവ് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇത് വെറും ഇതായിരുന്നൊക്കെ വെടിമരുന്നായിരുന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ ശരത്ത് അനുമോൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രൊവോക്ക് ചെയ്തപ്പം പറയുന്നുണ്ട്. ഇനിയും വരും ദിവസങ്ങളിലൊക്കെ എന്തൊക്കെയാണ് ഇതിൻ്റെ അതില് നമ്മൾ കാണാൻ പറ്റുന്നത്. ഇന്ന് ഇത് അനിയും മറ്റു കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിലും മറ്റേ പണിപ്പുരയിലെ കാര്യങ്ങളൊന്നും ഇന്നില്ലായിരുന്നു. പിന്നെ ഞാൻ കഴിഞ്ഞ ഇതില് ഇത് നോക്കുമ്പം മനസ്സിലാക്കിയ ഒരു കാര്യം, ഇന്ന് ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാം. സ്മോക്കിംഗ് ഏരിയ ഇപ്രാവശ്യം ഇല്ല എന്ന് തോന്നുന്നു. നേരത്തെ അതിനൊരു വിവാദം ഉണ്ടായിരുന്നു. കാര്യം സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് നിയമപരമായി ഇതൊക്കെ നിരോധിക്കപ്പെട്ട ഒരു പ്രവണതയല്ലേ, സ്മോക്കിങ്ങും ഈ ആൽക്കഹോളും ഇതെല്ലാം തന്നെ. അപ്പം ഇത് ചാനലിൽ കൂടെ കാണുമ്പോൾ എത്രയോ ജനങ്ങളിലേക്കാണ് ഇത് പോകുന്നത്. അപ്പൊ ഒരു വൈഡ് യൂസ് വരുന്ന പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ അതൊരു തെറ്റായ സമീപനമാണെന്ന് പറഞ്ഞു. ഈ പ്രാവശ്യം സ്മോക്കിംഗ് ഞാൻ ഇതുവരെ കണ്ടില്ല, സ്മോക്കിംഗ് പ്ലേസ് ഒന്നും കണ്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് അത് അവോയ്ഡ് ചെയ്തതാണ്. കാരണം ലാലേട്ടനൊക്കെ തന്നെ പറഞ്ഞു കാണും അതൊക്കെ ഒഴിവാക്കണമെന്ന്. ഒന്നത് ലഹരി വിരുദ്ധത്തിന്റെ ഭാഗമായി ലാലേട്ടനൊക്കെ ആക്ട് ചെയ്യുന്ന ഇതില്ല. പിന്നെ ഇതൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പറ്റത്തില്ല, ഇന്നുള്ള എന്റർടൈൻ ചെയ്യാൻ പറ്റത്തില്ല. ഏതായാലും ശരി, 4-ാമത്തെ എപ്പിസോഡില് ഈ രണ്ട് ടാസ്ക്, ഈ ഭാഗ്യ ഈ കോയിൻ എടുക്കുന്നതും രണ്ടാമത് ഈ ഓമനപ്പേരില് രേണുസുതി അതുപോലെ തന്നെ ചില പറയുന്ന വന്നിട്ടുണ്ടായിരുന്നു. അതായത് രേണുസുതിനെ ഫ്ലൈറ്റ് കയറിയപ്പം പിന്നെ അടുത്തിരിക്കുന്ന ഒരു സീറ്റ് ബെൽറ്റ് ഇടാൻ പറ്റിയില്ല, എനിക്ക് അങ്ങോട്ട് സീറ്റ് ബെൽറ്റ് ഊരാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു. ഇവർ ഈ പുറത്ത് നിൽക്കുമ്പോഴും പറഞ്ഞ കള്ളങ്ങൾ അകത്ത് പോയി പറയാതിരിക്കുന്നത് നല്ലതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഏവിയേഷൻ പഠിച്ചതാണ്, ബാംഗ്ലൂർ എയർപോർട്ടിൽ ജോലി ചെയ്താണ്, മറ്റേടത്ത് ജോലി എന്നൊക്കെ പറയുമ്പം ഒരു ഫ്ലൈറ്റ് കയറി സീറ്റ് ബെൽറ്റ് ഇടാൻ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പം തിരിച്ചിവര് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരിടേണ്ട പല ചോദ്യത്തിന് ഇവർ മറുപടി പറയേണ്ടി വരും. അതൊക്കെ മറന്നിട്ട് രേണുസുതി അവർക്ക് കിട്ടിയേക്കുന്ന ഒരു ഗോൾഡൻ ചാൻസ് ആണ്. അവർക്ക് നല്ല രീതിയിൽ ഇതിനകത്തിൽ പെർഫോം ചെയ്യാം. നമ്മൾ എത്ര കുറ്റങ്ങൾ പറഞ്ഞാലും രേണുസുതിയെ ഒരു സമൂഹം അവഹേളിച്ച ഒരു കഴിഞ്ഞ കുറെ മാസങ്ങളുണ്ട്. അതിനൊക്കെ പിന്നിൽ അവരുടെ നാവ് തന്നെയാണ്. വീടിന്റെ കാര്യം തന്നെ ബിഗ് ബോസിൽ ചർച്ച വന്നതാണ്. വീടിന്റെ കാര്യം അനുമോളാരെണ്ണം ചോദിച്ച് എന്തിന് നിങ്ങൾ അത് അങ്ങനെ
ഇന്റർവ്യൂ ചെയ്യാൻ വന്നപ്പം അവരുടെ തലയിൽ വെള്ളം വീണു. ഈ അങ്ങനെ ഒരു കാര്യം പുറത്ത് അവർ പറഞ്ഞിട്ടില്ല. ബിഗ് ബോസിൽ ചെല്ലുമ്പോ ഇതെല്ലാം വേറെ മൂന്നാമത്തെ രീതിയിലാണ് ഇപ്പൊ പറയുന്നത്. എന്ത് വന്നാലും അവർക്കറിയാം എനിക്ക് ഇതൊന്നും പ്രശ്നമല്ല, ഞാൻ നെഗറ്റീവിനെ ഒന്നും അതിനെ വഴിക്കെടുക്ക എന്നൊക്കെ പറയുന്നവര് ഇനി എന്തൊക്കെ പറയും എന്നറിയത്തില്ല. എന്തായാലും ശരി, അവര് നല്ലപോലെ കളിച്ച് കയറട്ടെ എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. കാര്യം അത്രയും വിവാദം ഉണ്ടാക്കിയപ്പോ അത്രയും ശക്തിയായിട്ട് കളിച്ച് കയറുകയാണെങ്കിൽ അതൊരു മാതൃകയായിട്ട് അവര് വരുന്നത് അവർക്ക് നല്ല കാര്യം. സുധിയുടെ ഭാര്യയല്ലേ എന്തായാലും. അപ്പൊ സുധി മുകളിലുണ്ടെന്നൊക്കെ പറഞ്ഞു. എന്തായാലും ശരി, എല്ലാവരും നല്ലപോലെ കളിക്കട്ടെ. നാളത്തെ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത ടെസ്റ്റുകൾ ഇതിനകത്ത് ഓരോ ദിവസവും സംഭവിക്കുന്നുണ്ട്. അത് സംശയമില്ലാത്ത കാര്യമാണ്. ഓരോ ദിവസവും സംഭവിക്കുന്നുണ്ട്. പഴയതിൽ നിന്ന് വ്യത്യസ്തത പുലർത്തുന്ന ബിഗ് ബോസ് 7ന്റെ അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.